ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വെൽക്കം, സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു വർക്കിംഗ് സ്പേസ് ആണ് ഞാൻ ഇന്നത്തെ വ്ളോഗായിട്ട് കാണിച്ചു തരാനായിട്ട് പോകുന്ന വ്ളോഗ്. അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് അല്ല. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് ആണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയണേ. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു, നമ്മുടെ പല വ്ളോഗിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ റൂമിൽ തന്നെയാണ്. ഒരു സൈഡിൽ കിടക്കുന്ന രീതിയിലും ഒരു സൈഡിൽ എൻ്റെ വർക്കിംഗ് സ്പേസും ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം സെറ്റ് ചെയ്തിട്ട് ഒരു 6 മാസം ആയിട്ടേ ഉള്ളൂ. അതോടൊപ്പം തന്നെ പെർമനൻ്റ് അല്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ഓരോ സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള സാഹചര്യത്തിൽ ഇരിക്കുന്ന സ്റ്റുഡിയോ സെറ്റപ്പാണ് എൻ്റെ. അതായത് ഞാൻ യൂട്യൂബിൽ നിന്ന് വാങ്ങിയതും പിന്നെ അല്ലാതെ ചില്ലറയൊക്കെ വാങ്ങിയ എല്ലാ ഗാഡ്ജറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ പല വ്ളോഗിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഷോർട്സിലൊക്കെ കാണുന്ന ഒരു വർക്കിംഗ് സ്പേസ് തന്നെയാണിത്. അതായത് ഞാൻ റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവാം, ഇല്ലാതായിരിക്കാം. അപ്പോൾ വലിയ രീതിയിലല്ല ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു ബഡ്ജറ്റിനനുസരിച്ചും അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ആവശ്യം അനുസരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇതിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വലിയ രീതിയിലല്ല, ഒന്നും കൂടെ ഞാൻ എടുത്തു പറയാണ്. അപ്പോൾ വലിയ യൂട്യൂബേഴ്സിൻ്റെ കണ്ടിട്ട് നിങ്ങൾ അത്ര ഇല്ലല്ലോ എന്ന് കമൻറ്റ് ഒന്നും ഇടണ്ട. അപ്പോൾ ഇത് എൻ്റെ വർക്കിംഗ് സ്പേസിൽ ഇത്രയും മതി എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങൾ, അതായത് ഞാൻ കുറച്ച് മാസങ്ങളായിട്ടും പിന്നെ വർഷങ്ങളായിട്ടും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗാഡ്ജറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ റൂം സ്റ്റുഡിയോയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. യൂട്യൂബിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വർക്കിംഗ് സ്പേസ് എനിക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ട്. അതിപ്പോൾ നടക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്പേസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഗൈസ്, അങ്ങനെ എൻ്റെ റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് ഫുള്ള് എൻ്റെ ബെഡും പിന്നെ ഒക്കെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ചെറിയൊരു സ്റ്റുഡിയോ റൂം എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു ചെറിയൊരു സ്പേസാണ്. ഇവിടെയാണ് ഞാൻ എല്ലാ വർക്കിംഗ് എഡിറ്റിങ്ങും അതോടൊപ്പം തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ ഇവിടെ ഇരുന്നായിരിക്കും നിങ്ങൾ ഒരുപാട് വ്ളോഗ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതും അതോടൊപ്പം തന്നെ ഷോർട്സും എല്ലാം ഈ സ്ഥലത്തായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ചെറിയൊരു സ്പേസാണ്. ഞാൻ വീണ്ടും എടുത്ത കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ലാപ്പ്. ഇതിൽ ചെറിയ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലത്തേക്കും. കൂടുതലും ഞാൻ മൊബൈലിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അസ്യൂസിൻ്റെ ഒരു ലാപ്ടോപ്പാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പാർട്ടിപ്പാൽ ഒരു സ്പീക്കർ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഫുള്ള് വർക്കിംഗ് ആണ്. ലൈറ്റിംഗ് കത്തും, അടിപൊളിയായിട്ട് പാട്ടും കേൾക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ സെബ്രോണിക്സിൻ്റെ ഒരു കീബോർഡ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബൈയുടെ ഒരു മൗസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ബെഞ്ച് ഒരു 1300-1400 രൂപയ്ക്കൊക്കെ വരുന്ന ഒരു മേശയാണ് കേട്ടോ. അപ്പോൾ അതും അടിയിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കേബിൾ കാര്യങ്ങളൊക്കെയാണ് ഒരു ബക്കറ്റിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഫുള്ള് കേബിൾ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള C-ടൈപ്പിൻ്റെ കേബിളും അങ്ങനെ ഒരുപാട് കേബിൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നീട് ഭാവിയിൽ യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ മൈക്ക് ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരു 2 വർഷം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മൈക്കാണ്. അപ്പോൾ നല്ല കിടില മൈക്കാണ് കേട്ടോ. ഇത് ഞാൻ മൊബൈലിൽ എഡിറ്റ് ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന മൈക്ക് ഇതാണ്. വോയിസ് ഓവറൊക്കെ ചെയ്യാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. അതായത് ബോയ BY-M1 ഇതിൻ്റെ ഫുൾ റിവ്യൂ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഇതിലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ട്രൈപോഡ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ S23 കവർ ഞാൻ ചുമ്മാ എടുത്ത് വെച്ച് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കണ്ടന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ ബോക്സിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മൈക്കാണ്. അത് നമ്മുടെ റിവ്യൂ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ഒരു മൈക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി അതിലാണ് ഞാൻ ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹെഡ്സെറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും, ഇയർഫോൺ. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഈ ഇടയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ സ്മാർട്ട് വാച്ച്, നമ്മുടെ ഐഫോൺ ഇപ്പോൾ ചാർജ് ഇല്ല, ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് ചാർജ് ഇല്ല, വർക്കിംഗ് ആണ്, ഇപ്പോൾ ചാർജ് ഇല്ല കേട്ടോ, യൂസ് ചെയ്യുന്നില്ല ഇപ്പം, അല്ലാതെ എടുത്ത് വയ്ക്കുന്നതാണ്. പിന്നെ ഒരു റിംഗ് ലൈറ്റ് ഇരിപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസിങ്ങിന് വേണ്ടിയിട്ട് പ്രിൻറ്റിങ് നിർബന്ധമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ഒരു പ്രിൻ്റർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ബ്രദർ കമ്പനിയുടെയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേട്ടൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ അവനും ഒരുപാട് പ്രിൻ്റ് എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ടേബിളിൻ്റെ ഈ സൈഡിലായിട്ട് തന്നെ ഞാൻ ഒരു ചെറിയൊരു പവർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പവർ ബാങ്ക് ഇപ്പം ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചുമ്മാ എടുത്ത് വെട്ടത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതാണ് വലിയ രീതിയിലുള്ള സെറ്റപ്പ് അല്ല, ചെറിയ രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു പ്ലെയിൻ വാള് കിടക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യണം പിന്നീട് ഭാവിയിൽ. അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ട്രൈപോഡ്, ഇതേപോലത്തെ എനിക്ക് 3 ഉണ്ട്. ഒന്ന് പള്ളി കിടക്കണം, ഒന്ന് അതിലുണ്ട്. പിന്നെ കണ്ടില്ലേ ട്രൈപോഡ്. പിന്നെ ഒരു പാർ ലൈറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ഒന്ന് ഒരു വലിയ ഗെയിമിംഗ് സെറ്റപ്പ് എന്ന രീതിയിൽ എറിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പാർ ലൈറ്റാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ലൈറ്റ് കത്തുന്നതാണ് കേട്ടോ. ഇത് ലോ ബഡ്ജറ്റിൽ നമുക്ക് ഇത് വാങ്ങാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഒരു കറങ്ങണ കസാര എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഇടയ്ക്ക് വാങ്ങിയതാണ്, കണ്ടില്ലേ. അപ്പോൾ ഇത് കവറൊന്നും പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇത് കീറിപ്പോയതിന് ശേഷം കവറൊക്കെ പൊട്ടിക്കാമെന്ന് വിചാരിച്ച്. അടിപൊളി കസാരയാണ്, നമുക്കിത് ചാരിയൊക്കെ ഇരിക്കാൻ പറ്റും. അതിൻ്റെ ഞാൻ ഫുൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഷെൽഫിൻ്റെ അങ്ങോട്ട് പോയാൽ കുറച്ച് ഡെക്കോർ ഐറ്റംസ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ കുറച്ച് ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ സ്ഥലമില്ല, കണ്ടില്ല. മേശ ഫുള്ളും നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാനും യൂസ് ചെയ്തിട്ട് വല്ല റെക്കോർഡോ അങ്ങനെ എന്തെങ്കിലും എഴുതാനോ പറക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ എല്ലാത്തിനും പിടിച്ച് അപ്പുറത്താക്കും. അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് ഞാൻ്റെ റൂമിൽ വയ്ക്കും. അവൻ്റെ റൂമിലാണ് ഇത് കൂടുതൽ ടൈം ഇരിക്കുന്നത്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ മാത്രമാണ് ഇത് ഞാൻ എടുക്കുന്നത്, അപ്ലോഡ് ചെയ്യാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും മാത്രം. പിന്നെ ഈ സൈഡിൽ നോക്കിയാൽ നമ്മുടെ ഫോട്ടോ ഫ്രെയിമും പിന്നെ അങ്ങനെ കുറച്ച് ബുക്ക് ഐറ്റംസും ഡെക്കോർ ഐറ്റംസ് മാത്രം തന്നെയാണ് ഈ സ്പേസിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കറങ്ങുന്ന കസാര നോക്കിക്കഴിഞ്ഞാലേ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഇട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഇത് നമുക്കിവിടെ അടിപൊളി കുഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പൊക്കി താക്കാനൊക്കെ ഇട്ട് പറ്റും. നല്ല കിടിലം സാധനമാണ് കേട്ടോ. ഞാൻ ഇപ്പം കറങ്ങി ഇതിൻ്റെ ഇത് മാത്രം ഇളവി കിടക്കുകയാണ്, ഞാൻ എടുത്ത് വയ്ക്കണം. ഇപ്പം ഏകദേശം നല്ല യൂസുണ്ട് ഈ സംഭവമൊക്കെ കൊണ്ടുവച്ചിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. വലിയ സെറ്റപ്പ് അല്ലാതെ ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഒരു വാള് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയും കുറച്ച് സ്പേസ് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അതും സെറ്റ് ചെയ്യണം. പിന്നെ ഇവിടെയും ചെറുതായിട്ട് സെറ്റ് ചെയ്യണം. ഞാൻ ഒരുപാട് വ്ലോഗ് ഇവിടെ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം മുകളിൽ ലൈറ്റിൻ്റെ സെറ്റപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 ട്യൂബ് ലൈറ്റാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇപ്പം ഇട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് അവിടെ നേരെ പ്ലഗ് ചെയ്ത് വെച്ചിട്ടില്ല. പിന്നെ ഇതും അടിപൊളിയായിട്ട് വെട്ടമൊക്കെ കിട്ടും. കണ്ടില്ലേ ഗൈസ്, ഇപ്പോൾ ട്യൂബ് ലൈറ്റ് ഇട്ടതിൻ്റെ വിഷ്വൽസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വെട്ടമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് മുകളിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വെട്ടം. അപ്പോൾ ഇവിടെ എറിച്ചിരിക്കാത്തത് വേറെ ഒന്നുണ്ടല്ല, ഈ കളർ പെയിന്റ് എൻ്റെ ഇഷ്ടത്തിൽ അടിച്ചാണ്. ഞാൻ ഉദ്ദേശിച്ച കളർ ഇതല്ല. പെയിന്റ് അടിച്ച സമയത്ത് ഞാൻ ഉദ്ദേശിച്ച കളറായിരുന്നു. അടിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞത് മങ്ങി തുടങ്ങി. ഇത് പെയിന്റ് അല്ല, വേറൊരു സാധനമാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ലോ ബഡ്ജറ്റിൽ അടിച്ചു നോക്കിയതാണ്. നടന്നില്ല കേസ്, നല്ല രീതിയിൽ കിട്ടിയില്ല. ബാക്കി 3 വാളിലും അടിപൊളിയായിട്ട് കിട്ടി. പക്ഷെ ഇവിടെ മാത്രം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു മങ്ങിയ രീതിയിൽ കിടക്കുന്നുണ്ടല്ലേ. ഇപ്പം വീഡിയോയിൽ നല്ല രീതിയിൽ മങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കളറല്ല ഇത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വാൾ പെയിന്റ് ഇല്ലെങ്കിൽ വാൾ സ്റ്റിക്കർ എന്തെങ്കിലും അടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ ഡെക്കോർ ഐറ്റംസ് സെറ്റ് ചെയ്യണം, എന്നാലേ വീഡിയോയിലൊക്കെ അടിപൊളിയായിരിക്കുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ ലൈറ്റിൻ്റെ സെറ്റപ്പ് എന്ന് പറയണേ. പിന്നെ ഞാൻ കൂടുതലും ഈ 2 ട്യൂബ് ലൈറ്റും പിന്നെ നമ്മുടെ റിംഗ് ലൈറ്റ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ചെറിയൊരു യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും ഇതേപോലെ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ പറയുന്നില്ല ഇതേപോലെ തന്നെ ചെയ്യണമെന്ന്. അപ്പോൾ ഇത് എൻ്റെ മിനി സ്റ്റുഡിയോ ആണ്. ഇത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പെർമനൻ്റ് അല്ല, വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ഇളക്കി അപ്പുറത്ത് കൊണ്ടുപോയി അങ്ങനത്തെ സെറ്റപ്പിൽ രീതിയിലാണ് ഇരിക്കുന്നത്. അതോടൊപ്പം എനിക്ക് എന്തെങ്കിലും എഴുതാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം എടുത്ത് മാറ്റി വേറെ റൂമിൽ വയ്ക്കും. പിന്നെ എൻ്റെ വർക്കിംഗ് സ്പേസിന് വേണ്ടിയിട്ടും ഞാൻ യൂസ് ചെയ്യും. അതാണ് എൻ്റെ ഇത്. അല്ലാതെ വേറെ ബെഞ്ചൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഫുള്ള് ഇവിടെ തന്നെയാണ് എഡിറ്റ് ചെയ്യണതും വർക്കിംഗ് എല്ലാം. ഞാൻ എൻ്റെ ലൈഫിൽ 5 കൊല്ലമാണെന്ന് തോന്നുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ 5 കൊല്ലവും ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് തന്നെ അത് ഇവിടെ തന്നെയാണ്, ഈ റൂമിൽ തന്നെയാണ്. അതോടൊപ്പം ഈയിടെയായിട്ട് ഒരുപാട് ടൈം 2 കൊല്ലം കൊണ്ട് ഫുൾ ടൈം ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യണത്. അപ്പോൾ എനിക്കിവിടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ പിന്നീട് സെറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ലോഗ്, അതായത് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ വരുന്ന എല്ലാവർക്കും ഗുഡ് ബൈ.